അതായത് ബംഗളൂരുവിൽ വീട്ടിലേക്കൊരു പാചകക്കാരനെ വേണം, അല്ലെങ്കിൽ ഒരു പാചകക്കാരിയെ വേണമെന്ന് പറഞ്ഞ് ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ഒരു യുവാവ് തൻ്റെ വീട്ടിലെ ഷെഫിനെ ആ പോസ്റ്റിൻ്റെ താഴെ അവരെ പരിചയപ്പെടുത്തുകയാണ്. അത് വെറുതെ ഒരു പരിചയപ്പെടുത്തലല്ല, അതിമനോഹരമായ ഒരു റെസ്യൂമെ തയ്യാറാക്കി എങ്ങനെയാണ് ഇവർ എത്രമാത്രം സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുമെന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് വരുൺ എന്നൊരു യുവാവ് തൻ്റെ കുക്കിനെ കുറിച്ചുള്ള അതിമനോഹരമായ CV പങ്കുവച്ചത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് വരുണിൻ്റെ ഈ ഒരു CVയും ഒപ്പം തന്നെ അതിലെ ആ ആലങ്കാരികമായ പ്രയോഗങ്ങളുമൊക്കെ. അതിനെക്കുറിച്ച് നമ്മളോട് അഷ്ടമി പറയും. അഷ്ടമി, ഇപ്പോൾ നമുക്കറിയാം എന്ത് ജോലിക്കാണെങ്കിലും അല്ലേ ഒരു റെസ്യൂമെ പ്രധാനമാണ്. നമ്മുടെ അനുഭവം, നമ്മുടെ പരിചയം, എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തെളിയിച്ചാലേ അടുത്തൊരു ജോലി സ്ഥലത്ത് നിങ്ങളെ എടുക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നയാൾക്ക് ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഇപ്പോൾ കോണ്ടിനെൻ്റൽ, ചൈനീസ്, ഇന്ത്യൻ എന്നൊക്കെ പറയില്ല, അപ്പോൾ അതിലേതിലൊക്കെ വൈഭവമുണ്ട്, ഏതൊക്കെ സ്വാദിഷ്ടമായി ഉണ്ടാക്കുമെന്നൊക്കെ അറിയിച്ചു ഇങ്ങനെയൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്ന ഒരു പക്ഷേ ആദ്യമായിരിക്കാം. ജോലി കിട്ടിയിട്ടുണ്ടാകുമോ? ദിവീഷ്, ഇവിടെ പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ മനസ്സ് കീഴടക്കാൻ നമ്മൾ രസകരമായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അയാളെ വയറ് നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വയറ് നിറയ്ക്കുമ്പോൾ നമുക്ക് അയാളോടൊരു സ്നേഹം തോന്നും. അതാണ് നമുക്കിതിൽ ആദ്യം പറയാനുള്ളത്. ഈ CV തയ്യാറാക്കിയിരിക്കുന്നത് വരുണാണ്. അദ്ദേഹം ഒരു ബാംഗ്ലൂർ ബേസ്ഡായിട്ട് ജീവിക്കുന്ന ഒരു യുവാവാണ്. അദ്ദേഹം തൻ്റെ വീട്ടിലെ തന്നെ പാചകക്കാരിയുടെ CV ആണ് ഇങ്ങനെ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഒരു ഹോംലി ഫുഡ് തയ്യാറാക്കുന്ന ഒരു പാചകക്കാരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഉർവി എന്നൊരു യുവതിയാണ് ആദ്യം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിന് താഴെയാണ് തൻ്റെ പാചകക്കാരിയുടെ CV തയ്യാറാക്കി വരുൺ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അവർ ഇഷ്ടപ്പെട്ട എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഫഷണൽ എങ്ങനെയാണോ CV ഉണ്ടാക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം നോട്ടബിൾ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ദിനീഷിന് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട രുചികരമായിട്ടൊരു ഫുഡ് ഉണ്ടാക്കി തന്നത് ആരായിരിക്കും? അമ്മയാണ് ഏറ്റവും കൂടുതൽ അല്ലേ? അതെ, അമ്മയാണ്. ഒരുപാട് പേർക്ക് അത് തന്നെയായിരിക്കും പറയാനുള്ളത്. വരുണിന്റെ കാര്യം വന്നാൽ വരുണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, അതെ, വരുണിന്റെ കാര്യത്തിലേക്ക് വന്നാൽ വരുണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഈ ഋതു ദീദിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എക്സിൽ ഒരു CV നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. അവരുണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിന്റെ വിവരണങ്ങളെല്ലാം ആ CVയിലുണ്ട്. അപ്പോൾ എക്സിൽ നിരവധി പേര് ഋതു ദീദിനെ അഭിനന്ദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരൊറ്റ പോസ്റ്റിലൂടെ നമ്മുടെ ഋതു ദീദി സെലിബ്രിറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയായിരുന്നു ഒരു പക്ഷേ വരുണും ആഗ്രഹിച്ചെന്ന് നമുക്ക് വേണ്ടി പറയാം. ഈ ഋതു ദീദിനെ വരുൺ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വരുണ് തന്റെ പ്രിയപ്പെട്ട പാചകക്കാരി വിട്ടുകൊടുക്കാൻ വിഷമമൊന്നുമില്ലേ? ഞാൻ അതാണ് ആലോചിച്ചത്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല വരുൺ എന്തായാലും ഋതു ദീദിനെ വിട്ടുകൊടുക്കുമെന്ന്. അവർക്കൊരു പ്രൊമോഷൻ ആയാൻ വേണ്ടിയാവും ഒരു പക്ഷേ ആ CV തയ്യാറാക്കിയത്.